അങ്ങനെ നമ്മുടെ വലിയ ദളപതിയും ചെറിയ ദളപതിയും തമ്മിൽ പോര് തുടങ്ങി. വലിയ ദളപതി എന്നറിയപ്പെടുന്ന രജനീകാന്ത് അദ്ദേഹം മന്നനാണ്, രജനി മന്നൻ ദളപതിയാണ്, അദ്ദേഹമാണ് ശരിക്കും ദളപതി. പക്ഷേ പിള്ളേർ കയറി വരുമെന്നേ. ഇപ്പോൾ വിജയിയാണ് സൂപ്പർ സ്റ്റാർ, വിജയിയാണ് ദളപതി. അപ്പോൾ ഈ ദളപതി സ്ഥാനം പോയത് കൊണ്ടുള്ള അസൂയ കൊണ്ടോ കുശുമ്പ് കൊണ്ടോ കുന്നായ്മ കൊണ്ടോ ആണോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഈ വിജയ് ദളപതിയും രജനി ദളപതിയും വലിയേട്ടനും അനിയൻ ബാവയും ചേട്ടൻ ബാവയും കൂടെ ഒരു വേദിയിൽ വന്നു. അവിടെ നമ്മളെ സ്റ്റാലിനും വന്നു. അപ്പോൾ സ്റ്റാലിനെ അടിച്ചു പൊക്കി ആര്? നമ്മുടെ ചേട്ടൻ ബാവ, അതായത് രജനീകാന്ത്. പക്ഷേ വിജയ് വിടുമോ? വിജയ് അവിടെ കൃത്യമായി അതിൻ്റെ സ്റ്റാലിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും വിജയ് കൈകാര്യം ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ വിജയ് ഇപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എംജിആറും അതുപോലെ തന്നെ അണ്ണാദുര തമിഴ്നാടിനെ ഇളക്കി മറിച്ച വലിയ നേതാവാണ്. അത് കഴിഞ്ഞാണ് പിന്നെ എംജിആർ വരുന്നത്. എംജിആർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ കരുണാനിധി വരുന്നത്. പിന്നെ ജയലളിത വന്നു. ഈ വന്നവരെല്ലാം സിനിമ ഫീൽഡിൽ നിന്നാണ്. അപ്പോൾ അവരെല്ലാം തമിഴ്നാടിനെ ഇളക്കി മറിച്ചിട്ടുണ്ട്. അപ്പോൾ 1956-ലും 2000-ലും വളരെ കൃത്യമായി തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള സമ്മേളനങ്ങളാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ കീഴ്മേൽ മറിച്ചതെങ്കിൽ ഇതാ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് അടുത്ത ദീപം തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ ദീപം തെളിയിച്ചിരിക്കുന്നത് ഇളയ ദളപതിയാണ്, വിജയ് ആണ് തെളിയിച്ചിരിക്കുന്നത്. 4 മണിക്കൂറാണ് 5 കിലോമീറ്റർ ജാഥ പോകാൻ എടുത്തിരിക്കുന്നത്. ആൾക്കാർ നടന്നു പോകണമല്ലോ, അത്രയ്ക്ക് തിരക്കാണ്, വലിയ ജനക്കൂട്ടമാണ്, ജനസാഗരമാണ്. ഇതെല്ലാം വോട്ടായാൽ വലിയ മാറ്റം തമിഴ്നാട്ടിലുണ്ടാകും. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം വിജയ്ക്ക് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഞാനാണ് മത്സരിക്കുന്നത്, നിങ്ങൾ വിചാരിച്ചോണം, അങ്ങനെ വോട്ട് ചെയ്തോണമെന്നാണ് വിജയ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും നമുക്കിവിടെ 144 ഉള്ളൂ, 140 മണ്ഡലമേ ഉള്ളൂ. അവിടെ 300 കൂടുതൽ മണ്ഡലവുമുണ്ട്, നിയമസഭാ സീറ്റുമുണ്ട്, പിന്നെ പാർലമെൻറ്റ് സീറ്റുമൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും വലിയൊരു സ്റ്റേറ്റിൽ വിജയിയുടെ തരംഗം ആരംഭിച്ചിട്ടുണ്ട്. അത് രജനീകാന്ത് വിജയ് പോരിലേക്കാണ് ശരിക്കും രജനീകാന്ത് ഒരു മോഡി ഭക്തനുമൊക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും സ്റ്റാലിനെയും ഒക്കെ പൊക്കിയടിക്കും. അപ്പോൾ ഈ പൊക്കിയടിയിൽ സ്റ്റാലിനും വളരെ കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് നമ്മുടെ വിജയ ദളപതി യഥാർത്ഥ ദളപതിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇളയ ദളപതി വലിയ ദളപതിയിലേക്ക് മാറുന്നു. നാളെ മുഖ്യമന്ത്രിയാകുമോ എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയാലും അത്ഭുതപ്പെടാനില്ല. കാരണം സ്ഥലം തമിഴ്നാടാണ്. അവർ നന്മയുള്ള ആരെ കണ്ടാലും പുതിയ പ്രസ്താവനകൾ കൊടുക്കുന്നവരെ, പുതിയ വിശ്വാസം കൊണ്ടുവരുന്നവരെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് ആ ജനത. അല്ലാതെ അവർക്ക് കൃത്യമായ രാഷ്ട്രീയ തിമിരമൊന്നും തലയ്ക്ക് ബാധിച്ചൊരു ജനതയല്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വിജയ് നേടുമോ വാഴുമോ വീഴുമോ